നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 25. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വർധനവ് ഉപഭോക്താക്കളെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ കൃത്യമായ വിപണി നിരക്കുകളും ഈ വിലക്കയറ്റത്തിന് പിന്നിലെ സാമ്പത്തിക കാരണങ്ങളും വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ഇന്നത്തെ നിരക്കുകളിലേക്ക് കടക്കാം. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ന് 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 14,840 രൂപയാണ് വില. ഇത് പ്രകാരം 1 പവൻ സ്വർണത്തിന്റെ വില 1,18,720 രൂപയായി ഉയർന്നു. ഇന്നലെ പവൻ വില 1,18,640 രൂപയായിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് പവന് 80 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 12,255 രൂപയാണ് ഇന്നത്തെ നിരക്ക്. വെള്ളി വില പരിശോധിച്ചാൽ സാധാരണ വെള്ളി ഗ്രാമിന് 285 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഹാൾമാർക്ക് ചെയ്ത വെള്ളിയുടെ വിലയിൽ വിപണിയിലെ ലഭ്യത അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാം. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയതെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇതിന് പ്രധാനമായും 3 ആഗോള കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ലഭിക്കുന്ന വലിയ ഡിമാൻഡാണ് കാരണം. 2026 തുടക്കം മുതൽ ആഗോള സാമ്പത്തിക മേഖലയിൽ ചില അനിശ്ചിതത്വങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പണപ്പെരുപ്പ് നിരക്കുകളും അവിടുത്തെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളും നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ ഉള്ള റിസ്ക് ഒഴിവാക്കാൻ വലിയ നിക്ഷേപകർ സുരക്ഷിത ആസ്തി എന്ന നിലയിൽ സ്വർണത്തിലേക്ക് പണം മാറ്റുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നു. രണ്ടാമത്തെ ഘടകം ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യമാണ്. ഇന്ത്യ ആവശ്യമായ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിലാണ് സ്വർണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചിലവ് വർദ്ധിക്കുന്നു. ഈ അധിക ചിലവ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നതിന് നേരിട്ട് കാരണമാകുന്നുണ്ട്. നിലവിൽ രൂപയുടെ മൂല്യത്തിൽ വലിയ മാറ്റങ്ങളില്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും അന്താരാഷ്ട്ര വിപണിയിലെ കുതിച്ചുചാട്ടം ഇന്ത്യയിലെ വിലയെ സ്വാധീനിക്കുന്നു. മൂന്നാമതായി, വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം കരുതലായി ശേഖരിക്കുന്നത് തുടരുകയാണ്. 2025 അവസാന പകുതി മുതൽ പല രാജ്യങ്ങളും തങ്ങളുടെ ഫോറക്സ് റിസർവിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും വില വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. കൂടാതെ പ്രാദേശികമായി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ സജീവമാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സ്വർണത്തിന് വലിയ തോതിലുള്ള ആവശ്യക്കാരുണ്ട്. ഈ ഡിമാൻഡ് വർധനവും വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വിപണിയിലെ ഈ മാറ്റങ്ങൾ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം ഒരു ഔൺസിന് $5,000 എന്ന നിലവാരത്തിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. JP മോർഗൻ പോലുള്ള ആഗോള റേറ്റിംഗ് ഏജൻസികൾ വരും മാസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയൊരു ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ജിയോ പൊളിറ്റിക് പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയരാനാണ് സാധ്യത. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്ന് നമുക്ക് നോക്കാം. ആഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പടിപടിയായി സ്വർണം വാങ്ങുന്ന രീതി പിന്തുടരുന്നതാണ് ഉചിതം. വില കുറയുന്ന ഘട്ടങ്ങളിൽ കുറഞ്ഞ അളവിൽ സ്വർണം വാങ്ങി വെക്കുന്നത് വഴി മൊത്തത്തിലുള്ള ചിലവ് കുറയ്ക്കാൻ സാധിക്കും. പണിക്കൂലിയിലും ടാക്സിലും വരാവുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് അധിക ചിലവ് ഒഴിവാക്കാൻ സഹായിക്കും. നിക്ഷേപ ലക്ഷ്യമിടുന്നവർക്ക് ഫിസിക്കൽ ഗോൾഡ് അഥവാ ആഭരണങ്ങളായി വാങ്ങുന്നതിനേക്കാൾ ലാഭകരം മറ്റു മാർഗങ്ങളാണ്. ഗോൾഡ് ETF അല്ലെങ്കിൽ സോവൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇത്തരം സ്വർണ്ണ ബോണ്ടുകൾക്ക് പണിക്കൂലി നൽകേണ്ടതില്ല എന്നതിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയും നിശ്ചിത ശതമാനം പലിശയും ലഭിക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് മികച്ചൊരു ഓപ്ഷനാണ്. കൂടാതെ ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ കൂടുതൽ ജനപ്രിയമായി വരുന്നുണ്ട്. ചെറിയ തുകയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ വിശ്വാസ്യതയും സ്റ്റോറേജ് ചാർജുകളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, സ്വർണ്ണവില നിലവിൽ ഉയർന്ന നിരക്കിലാണെങ്കിലും വരും ദിവസങ്ങളിൽ വലിയൊരു ഇടിവ് ഉടനെ പ്രതീക്ഷിക്കാനാവില്ല. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതിനാൽ കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. വിപണിയിലെ ദൈനംദിന മാറ്റങ്ങൾ അറിയാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ ഫോളോ ചെയ്യുക. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റ് സാമ്പത്തിക ആസ്തികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയോ ചെയ്യണം. നന്ദി.